ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അദബുൽ മുഫ്രദിൽ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അൻസ്വാരിയായ ഒരു സ്വഹാബി പറയുന്നു, ഖറജ്തു മഅ അഖി ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ സഹോദരന്റെ കൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് ചെന്നു. എൻ്റെ സഹോദരന്റെ കൂടെ നബി തങ്ങളെ കാണാൻ വേണ്ടി ചെന്നു. ഫജിഇതു, ഞാൻ അവിടെ എത്തിയപ്പോ ഫഇദാ ഹുവ ഖായിമുൻ യുഖാവിമു റജുലാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളിന്റെ കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ നിൽക്കുന്നു, നബി തങ്ങളും നിൽക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫളനൻതു അന്ന ലഹു ഹാജ, എന്റെ ആവശ്യം നബി തങ്ങളോട് പറയാതെ ആ ആള് നിൽക്കുന്നത് കണ്ട്, ആ ആളിനെ ശ്രദ്ധിച്ച് നബി തങ്ങളും നിൽക്കുന്നത് കണ്ടപ്പോ അയാൾക്ക് കാര്യമായ എന്തോ നബി തങ്ങളോട് ചോദിക്കാനുണ്ടായിരിക്കാം. അതുകൊണ്ട് ഫജലസ്തു, ഞാൻ കുറെ നേരം കാത്തുനിന്ന് അവിടെ പോയി ഇരുന്നു. ആ ആളിന്റെ ആവശ്യം കഴിയട്ടെ, അയാള് പോയിട്ട് നബി തങ്ങളോട് എന്റെ കാര്യം പറയാം. ഒരുപാട് നേരം അവരവിടെ നിൽക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പോലും എനിക്കൊരു ദയ തോന്നിപ്പോയി. പാവമല്ലേ നബി, എത്ര നേരമായി നിൽക്കുന്നു. എനിക്ക് നബി തങ്ങളുടെ വിഷയം കണ്ടിട്ട് അലിവ് തോന്നി, മനപ്രയാസം തോന്നി. മിൻ തൂലി ഖിയാമിഹി, ഒരുപാട് നേരം നബി തങ്ങൾ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമം തോന്നി. അയാൾ ഒരുപാട് നേരമായല്ലോ നബിയോട് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നു. പിന്നെ അയാൾ പോയി. വഖുംതു ഇലൻ നബി, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് ചെന്നു. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലഖദ് റഫൈതു ലക മിൻ തൂലി ഖിയാമിക മഅ ഹാദർ റജുൽ, ആ കണ്ട മനുഷ്യന്റെ കൂടെ നബിയെ അങ്ങ് ഒരുപാട് നേരം നിൽക്കുന്നത് കണ്ടപ്പോൾ എന്റെ മനസ്സിന് തന്നെ വല്ലാത്ത വേദന തോന്നിപ്പോയി. തങ്ങൾ ചോദിച്ചു, അറഅയ്തഹു, നിങ്ങൾ അയാളെ കണ്ടോ? നിങ്ങൾ അയാളെ കണ്ടോ? നഅം നബിയെ, ഞാൻ കണ്ടിട്ടുണ്ട്. അതദ്രി മൻ ഹുവ, അതാരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ പറഞ്ഞു, ഇല്ല നബിയെ, ആരാണത്? ഇന്നഹു ജിബ്രീൽ, അത് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. വലൗ സല്ലംത അലൈഹി ലറദ്ദ അലൈക സലാം, നിങ്ങൾ അവരോട് സലാം പറഞ്ഞിരുന്നുവെങ്കിൽ ജിബ്രീൽ തങ്ങൾ നിങ്ങളോട് സലാം അടക്കുമായിരുന്നു. നിങ്ങളാ കണ്ടത് ജിബ്രീലായിരുന്നു. വമാ സാല യൂസിനി ബിൽ ജാർ, അയൽവാസിയോട് നമ്മൾ കാണിക്കേണ്ട ബാധ്യതകൾ എനിക്ക് പഠിപ്പിക്കുകയായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. അയൽപക്കത്തോട് കടപ്പാടുണ്ട് നബിയെ, അയൽപക്കത്തോട് ബന്ധമുണ്ട്, അയൽപക്കക്കാരോട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഹത്താ ലനൻതു അന്നഹു സയുവരിസുഹു, വാപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ മക്കൾക്ക് സമ്പത്തിൽ അവകാശമുള്ള പോലെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയൽവാസിക്ക് പോലും അയാളുടെ സമ്പത്തിൽ അനന്തരാവകാശമുണ്ടോ എന്ന് തോന്നുമാർ അത്രത്തോളം ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു അയൽക്കാരന്റെ വിഷയം. ആ സംഭവമാണ് നിങ്ങൾ കണ്ടത്. അതൊരു സാധാരണ മനുഷ്യനായിരുന്നില്ല, അത് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. അയൽപക്കത്തിന്റെ ബാധ്യതകളെ പഠിപ്പിക്കാൻ വന്നതായിരുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, അയൽപക്ക ബന്ധങ്ങളെ ഈമാൻ കൊണ്ട് ദൃഢപ്പെടുത്തണേ. സ്നേഹബന്ധമാണ്, പരിശുദ്ധ നബി തങ്ങൾ പഠിപ്പിച്ച ബന്ധമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 40 വീടുകൾ നമുക്ക് ചുറ്റും, നമ്മുടെ മുമ്പിൽ 40, പിന്നിൽ 40, വലതു ഭാഗത്ത് 40, ഇടത് 40, ഓരോ വീടുകൾക്കും അങ്ങനെ 40. അങ്ങനെ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വീടുകളും രാജ്യങ്ങളും, രാജ്യങ്ങളായ രാജ്യങ്ങളും അതിനുള്ള ജില്ലകളും പഞ്ചായത്തുകളും ഒക്കെ ഹഖുൽ ജിവാർ, അയൽപക്കത്തിന്റെ ബന്ധത്തിന്റെ താഴെ വരുന്ന ബന്ധമേ ഉള്ളൂ. സുബ്ഹാന, നമ്മളൊക്കെ ഈ ഭൂമിയിൽ അയൽക്കാർ, ആരും ആരെയും ഉപദ്രവിക്കാതെ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം സർവ്വ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും അല്ലാഹു നൽകിയത് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മുടെ അയൽവാസി എന്ത് ഉപദ്രവം ചെയ്താലും അവരോട് നന്മ ചെയ്ത്, ആ നന്മയെ പരിപോഷിപ്പിച്ച് അവർക്ക് ഉപകാരം ചെയ്ത് ഉപദ്രവങ്ങളെ സഹിക്കുന്നത് പോലും അയൽപക്ക ബന്ധത്തിന്റെ ബാധ്യതയാണെന്ന് പരിശുദ്ധ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഹുസ്നുൽ ജിവാർ, നല്ല അയൽപക്ക ബന്ധങ്ങളെ അല്ലാഹു നൽകട്ടെ. നമ്മുടെ അയൽപക്കക്കാർ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നന്നാക്കി തരട്ടെ. നാളെ ഖബറിന്റെ അകത്തും അല്ലാഹു നന്നാക്കി തരട്ടെ. ഏറ്റവും നല്ല അയൽക്കാരെ കിട്ടിയ 2 മഹാന്മാർ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും മഹാനായ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ നബിയാണ് അവിടുത്തെ ജാർ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളുടെ സുഹബത്ത് കിട്ടിയ മഹാന്മാർ, സജ്ജനങ്ങളുടെ കൂടെ കിടക്കാൻ നാളെ ഖബറിന്റെ അരികത്തേക്ക് ഖബറിലേക്ക് വരുമ്പോ അവിടെ സജ്ജനങ്ങൾ നമ്മുടെ പരിസരത്തുണ്ടായി അവരുടെ റഹ്മത്തിന്റെ ഫൈളാൻ നമ്മിലേക്കും അല്ലാഹു നൽകിയെങ്കിലും അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരി സൂഇ ഫീ ദാരിൽ ഇഖാമ എന്ന് നബി തങ്ങൾ പറഞ്ഞ അല്ലാഹു ഞങ്ങളുടെ നാടുകളിൽ മോശപ്പെട്ട അയൽപക്ക ബന്ധങ്ങളില്ലാതെ നീ കാക്കണേ റബ്ബേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാ നബി തങ്ങളോട് പറഞ്ഞത്, നബിയെ ഒരു പെണ്ണിനെ കുറിച്ച് കൈസ വഖൈസ മിൻ സ്വലാത്തിഹാ വസിയാമിഹാ, അവളുടെ നോമ്പും അവളുടെ നിസ്കാരവും എത്രയും വലുതാ നബി. അങ്ങനെ നോമ്പ് നിൽക്കുന്ന പെണ്ണാണ്, അങ്ങനെ നിസ്കരിക്കുന്നവളാണ്, എല്ലാ ഖുർആൻ ക്ലാസ്സിലും എല്ലാ സ്വലാത്തിനും എല്ലാ നന്മക്കും എല്ലാറ്റിനും മുമ്പിലുള്ള പെണ്ണാണ്. വലാകിന്നഹാ തുഉദി ജീറാനഹാ ബിലിസാനിഹാ, അവളുടെ നാവ് കൊണ്ട് അയൽക്കാരെ ബുദ്ധിമുട്ടാക്കുന്ന പെണ്ണാ നബിയെ. ഹിയ ഫിന്നാർ, ഒറ്റടിക്ക് മറുപടി, അവൾ നരകത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കുക, നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിൽ സ്നേഹമുണ്ടാവട്ടെ, നമ്മുടെ നാടുകളിൽ പരിസരങ്ങളിൽ സ്നേഹം, ബഹുമാനം, സഹായം, സഹകരണം, അസൂയയും പകപോക്കലും കണ്ടുകൂടായ്മയും കണ്ണുകടിയും ഇതൊക്കെ ഒഴിവാക്കി കൂനു ഇബാദല്ലാഹി ഇഖ്വാന, നമ്മളൊക്കെ സഹോദരങ്ങളെ പോലെ ജീവിച്ച് ഈമാനുള്ളവരായി ജീവിച്ച് സംശുദ്ധ ഹൃദയത്തോടുകൂടെ ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ.